അയാൻ കഴുത് ഒരൊറ്റ വീഡിയോ അവന് കൊള്ളാക്കും. എനിക്ക് ഇനി ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രേക്ഷകർ അല്ലാണ്ട് ആര് എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ ചാറ്റ് പറയണം. നമുക്ക് വേണ്ട സാധനമാണ്. ഒരുപാട് അടുത്തുനിന്ന് വന്നിട്ട് എടുക്കണ്ട കേട്ടോ. ഇപ്പി വേണോ? ഇപ്പി പിന്നെ വേണ്ടാണ്ട് ആദ്യം എനിക്ക് വേണ്ട സാധനങ്ങൾ. എന്നിട്ട് ഇത് നിനക്കല്ല കേട്ടോ, എനിക്കാണ്. എനിക്ക് അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് സാറ്റർഡേ ആയിരുന്നു, ജിമ്മിലെല്ലാം പോയി വന്ന ശേഷമാണ് നമ്മളിതാ പരിപാടിയിലോട്ട് കിടന്നിട്ടുണ്ട്, നമ്മുടെ ചായ വയ്ക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജിമ്മിലൊക്കെ വന്ന ഉടനെ എൻ്റെ മുടിയൊക്കെ ആകെ വേർത്തിട്ടുണ്ടാവും കേട്ടോ. അതിനൊക്കെ കെട്ടി വെക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഹെയറും വരുമാനമൊക്കെ തമ്മിൽ എന്തോ ഒരു കമൻറ്റ് കണ്ടായിരുന്നു. എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെഗറ്റീവായിട്ട് പറഞ്ഞതാണോ എന്നൊന്നും ഞാൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഞാനത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കമൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ പറഞ്ഞ് ഇതാക്കുന്നില്ല. നമുക്കെപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം കാണുക, ഇത്ര തന്നെ. അപ്പോൾ ചായ എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടാണ് രാവിലെ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് കേട്ടോ. റിഹാൻ അവൻ്റെ ഷർട്ട് ഇടാൻ വേണ്ടി പോയതാണ്. അവൻ്റെ മസിൽ ജിം ബോഡി ആരും കാണണ്ട പറഞ്ഞിട്ട് കേട്ടോ. ജിമ്മിൽ നിന്ന് വന്ന ഉടനെ ടീഷർട്ടൊക്കെ അഴിച്ചും വലിച്ചു കണ്ണാടിൻ്റെ മുന്നിൽ നിന്നൊരു പോസ് ഉണ്ട്. എൻ്റെ പഠിച്ചോനെ, എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. എന്നാൽ പിന്നെ അവനെന്നെ കൊന്നു, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇതാ നമ്മളിവിടെ ചായ കുടിക്കുന്നുണ്ട്. ചായ കുടിക്കണ ഒരു സെൽഫി എടുക്കാമെന്നും പറഞ്ഞിട്ട്, അങ്ങനെ സെൽഫി ഭ്രാന്തിയൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കട്ടെ എന്നും പറഞ്ഞെടുത്തതാണ്. പിന്നെ ഞാൻ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കാണാറുണ്ടെങ്കിലും എൻ്റെ ലൈക്ക് ഷെയർ ഇത്താക്കാണ്. നിങ്ങളുടെ വീഡിയോസ് അവരിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ വീട്ടിൽ എന്താണോ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്നത് ആ രീതിയിലുള്ള വ്ളോഗ് മാത്രം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിലെ ഇഷ്യൂ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അതില്ല ഇതില്ല ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇതാക്കുന്നത് എനിക്കെന്തോ ഇഷ്ടമല്ല കേട്ടോ. അപ്പം നമ്മളിതാ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ ആക്കാനുള്ള ഇന്ന് ലഞ്ചല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. ഈ അടുത്തൊരു ഇൻസ്റ്റയിലൊരു പൊട്ടാറ്റോ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കാം മേ ബി, എന്നാലും നമ്മളൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ പൊട്ടാറ്റോ ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട്, കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറിൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രസ്റ്റീജാണ്, ഓൺലൈനിൽ നിന്ന് മേടിച്ചു തന്നെയാണ് കേട്ടോ സംഭവം. നമുക്കൊരു കൊളാബിന് അയച്ചെന്നതാണ് എൻ്റെ ഓർമ്മ. 3-in-1 പ്രഷർ കുക്കർ എന്ന് പറയില്ലേ, നമുക്ക് റൈസ് ഊറ്റിയെടുക്കുക, പിന്നെ അങ്ങനെ പല 3 ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. അതിൽ ഞാൻ തന്നെ മറന്നുപോയി. ഞാൻ കുക്കറായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, വേറെ ഒന്നിനും യൂസ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും പൊട്ടാറ്റോ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഈ പറഞ്ഞ പോലെ എഗ്ഗൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ആദ്യം എഗ്ഗ് പുഴുങ്ങാൻ വിചാരിച്ചു, പിന്നെ എല്ലാം കൂടി ഹെവി ആവില്ലേ, കാരണം നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ പുട്ടുണ്ടാക്കാൻ വിചാരിച്ച് പൊടി ഇട്ടപ്പോഴാണ് പുട്ടുപൊടി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഗോതമ്പാവും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു പുട്ടുണ്ടാക്കി. വെറും തേങ്ങയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ നിറയെ തേങ്ങ ഇട്ടിട്ട് പുട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പുട്ടുറൂമീസാണ് ഞാൻ, എനിക്ക് അത്രയും ഇഷ്ടമാണ് പുട്ട്. എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നേന്ത്രപ്പഴം കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ശർക്കര ഇട്ടിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് കൊതിയായി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെ ജിനിത്ത എന്ന് നീട്ടി വിളിച്ചിട്ടുണ്ട്. എന്തോ 36 ഫേവറേറ്റ് യൂട്യൂബ് ചാനലാണത്രേ ഞാൻ, ആൻഡ് വ്ളോഗ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കണ്ടപ്പോൾ തന്നെ തോന്നി മുളക് വെള്ളമൊന്നും ആയിരുന്നില്ല, ഉപ്പിൻ്റെ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കുട്ടി മുളക് വെള്ളം എന്ന് പറഞ്ഞതായിരിക്കാം മേ ബി. പിന്നെ ഇതാ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വിസിലടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു 2-3 വിസിലടുപ്പിച്ചിട്ട് ഞാനത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ശർക്കരയൊക്കെ മെൽട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ സംഗതി സെറ്റ്. പക്ഷെ ഞാൻ നെയ്യ് ഒഴിച്ചില്ല.
പിന്നെ ഞാനിതാ ഈ ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. എൻ്റെ റെസിപ്പി നോക്കിയാലോ. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ജീരകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഒരു വലിയ വെല്ലുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 എണ്ണം ചെറുതാണെങ്കിൽ കേട്ടോ, ചോപ്പ് ചെയ്യുക. പിന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു കറിക്ക് പാവ് ഭാജി മസാല യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇതൊരു 2 സ്പൂൺ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ പാവ് ഭാജി മസാല, പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ വഴറ്റിയതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സ്പൂണ് പാവ് ഭാജി മസാല, 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ നമ്മുടെ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മതി. വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റാൻ വേണ്ടി വെച്ചില്ലേ മസാല, അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാൻ ഈ ബൗളിൽ തന്നെ ഒരു ബൗൾ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു എന്താ പറയുക, കരിഞ്ഞു പോവില്ല മസാല. അപ്പോൾ എന്നിട്ട് ഇതാ നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക, എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് വേഗം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം കളയണ്ട കേട്ടോ. അതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് പേസ്റ്റാക്കും വേണ്ട, കുറച്ച് കടിക്കാൻ കിടന്നോട്ടെ. പിന്നെ ഇതാ നമ്മളെ മസാല ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഒരു കുറച്ച് പീസ് നമുക്കൊന്ന് ഉടച്ചും കൊടുക്കുക, എന്നാൽ കുറച്ച് പീസ് അവിടെ കിടക്കും ചെയ്യട്ടെ. ആ ഒരു രീതിയിൽ നമുക്കിത് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചതിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് മസാലയ്ക്കൊന്ന് മിക്സാക്കി എടുത്ത ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഉപ്പുണ്ടോ എന്നൊക്കെ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യാം, അടച്ച് വയ്ക്കാം. ഒന്ന് തിളച്ച് വന്ന ശേഷം ഞാൻ ഇച്ചിരി കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കിയെടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നില്ലേ, അതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി. പിന്നെ പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് ഓപ്പണാക്കി അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ലെവൽ മാറിപ്പോവും. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഗതി സെറ്റ്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയെടുക്കണം, പുട്ടിന് ആവശ്യമുള്ള തേങ്ങ. ഇവിടെ എല്ലാവർക്കും പുട്ടിന് നല്ല തേങ്ങ വേണം, പ്രത്യേകിച്ച് ഉമ്മാക്കും എനിക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് ചിരവിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ പുട്ടുള്ളത്. അങ്ങനെ പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കമൻസ് വായിക്കാം, അതല്ലേ. പിന്നെന്താണ്, ജീരകത്തിൻ്റെ കടുകിന് പകരമാണോ ജീരകം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ചെറിയ ജീരകം നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ദഹനത്തിന് നല്ലതാണ്, വെയിറ്റ് ലോസിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ കറികളിലും ചെറിയ ജീരകം യൂസ് ചെയ്യും കേട്ടോ. ഈവൻ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുമ്പോഴടക്കം ചെറിയ ജീരകം യൂസ് ചെയ്യാറുണ്ട്. വലിയ ജീരകമാണ് എല്ലായിടത്തും യൂസ് ചെയ്യുക, ഇവിടെ ചെറിയ ജീരകം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, പുഴുങ്ങിയ നമ്മുടെ നേന്ത്രപ്പഴം ശർക്കരയൊക്കെ ആക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. പുട്ടും റെഡി, കറിയും റെഡി. ഇനിയിപ്പോൾ എല്ലാം കൊണ്ടുവച്ച് പപ്പടം കൂടി ഉണ്ടെങ്കിൽ കുശാലായില്ലേ. പപ്പടം പിന്നെ ഞാൻ വറുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാം കൊണ്ടുവച്ച് ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണം. അയൻകുട്ടി ട്യൂഷൻ പോയിരിക്കുകയാണ്, അല്ല ക്യാമ്പിന് പോയിരിക്കുകയാണ്, അവൻ വന്നിട്ടില്ല. അവൻ വന്നിട്ട് ഇനി കുളി കഴിഞ്ഞ് അവന് ഇനി ട്യൂഷൻ പോകണം. സാറ്റർഡേ ക്യാമ്പും ട്യൂഷനും കൂടെ ആകുമ്പോൾ ട്യൂഷന് ഒരു 1/2-3 മണിക്കൂറും മിസ്സാവാറുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം എങ്ങനെയാണെന്നുള്ളതൊന്ന് സെറ്റാക്കിയിട്ട് വേണം അവനെ പറഞ്ഞു വിടാൻ. കാരണം നമ്മളിപ്പോൾ സെൻട്രലിലോട്ടാണ് പറഞ്ഞു വിടണം കേട്ടോ ട്യൂഷൻ്റെ. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ഞാൻ തേങ്ങയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പച്ച തേങ്ങയാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂപ്പർ വീഡിയോ എല്ലാം അടിപൊളി, നിങ്ങൾ പൊളിയാണ്. അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് വായിക്കാറില്ല, ഞാൻ ഇട്ടില്ല കേട്ടോ കമൻറ്റ്. അയ്യോ, ഞാൻ ഇടില്ല കേട്ടോ കമൻറ്റ്, അങ്ങനെ പറയല്ലേ. വാങ്ങിച്ചിട്ട് വന്നാൽ ഞാൻ അങ്ങനെ വെച്ച് തരാം. ദിവസം ചിക്കൻ ബിരിയാണി നീ കഴിക്കും.
നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ 10-30 മിനിറ്റിൻ്റെ വീഡിയോ എങ്ങനെ പറഞ്ഞു തീർക്കും? ഇതാകുമ്പോൾ നിങ്ങളോട് വർത്താനം പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇപ്പം തന്നെ എത്ര മണിക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണതെന്നറിയോ? 11:54 ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇന്ന് വേറെ ഒന്നുമല്ല, ഇന്നൊരു സിനിമ ഇരുന്ന് കണ്ടു കേട്ടോ, നരിവേട്ട. ഞാനൊന്നും കണ്ടിട്ടില്ല, തിയേറ്ററിൽ അങ്ങനെ വലുതായിട്ട് പോകാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടി വിയിൽ വന്നപ്പോൾ, ടി വിയിൽ കുറേ കാലമായി വന്നിട്ട്, നമ്മൾ റീചാർജ് ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ. ഓരോ പ്ലാറ്റ്ഫോമിലല്ലേ, അപ്പോൾ നമ്മളൊരു 5-6 സിനിമ ഒരു ഹോട്ട്സ്റ്റാറിലോ അല്ലെങ്കിൽ വേറെ നെറ്റ്ഫ്ലിക്സിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ മാസം റീചാർജ് ചെയ്യും, എന്നിട്ട് അതിലത്തെ കംപ്ലീറ്റ് കാണും. ഇല്ലെങ്കിൽ വെറും വേസ്റ്റാണ്. ഇങ്ങനെയൊക്കെയാണ് മണി സേവ് ചെയ്യാൻ പറ്റുക. എൻ്റെ ഐഡിയ ആരെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻകുട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് അവൻ പോയി, നമ്മളെല്ലാവരും കഴിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ചായ വയ്ക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. പിന്നെന്താണ്, എന്തൊക്കെയോ കമൻസ് ഉണ്ടല്ലോ FBയിൽ. സൂപ്പർ, കുറേ ഹാർട്ട് ഉണ്ട്, അടിപൊളി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നമുക്കിന്ന് ഒരുപാട് കമൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വ്ളോഗിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കുക കേട്ടോ. അതേപോലെ ചായ ആയിട്ടുണ്ട്, ഇനി ചായ ഒന്ന് കുടിച്ച് ബാക്കിയുള്ളതിനൊക്കെ സെറ്റാക്കി എടുക്കണം. അതേപോലെ ജിനി തടി പോയാൽ ഭംഗി പോവും, അതുകൊണ്ട് നല്ലോണം തിന്നുക. നല്ലോണം തിന്നാലുണ്ടല്ലോ, എനിക്കറിയാനിട്ടാ ആരാ കമൻ്റ് ഇട്ടേ. എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നം നന്നായിട്ട് കഴിച്ചാൽ നന്നായിട്ട് കാണും, കഴിച്ചില്ലെങ്കിൽ കുറഞ്ഞിട്ടൊന്നും കാണൂല കേട്ടോ. അതുകൊണ്ട് ചില ആൾക്കാർ കഴിച്ചാൽ കാണും, കഴിച്ചില്ലെങ്കിൽ കുറയും ചെയ്യും. ഞാൻ അങ്ങനെയല്ല, കഴിച്ചില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും, കഴിച്ചാൽ നന്നായി കാണും ചെയ്യും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അടിപൊളി ജിനി, എൻ്റെ കമൻറ്റ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇട്ടതിൽ വലിയ സന്തോഷം പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അത് കണ്ട് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും താങ്ക് യു. കിച്ചണിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഒരു കമൻറ്റ് വന്നതാട്ടോ അത്. ഈ പറഞ്ഞ പോലെ എനിക്കും സമയ ലാഭം അങ്ങനെ തന്നെയാണ് കേട്ടോ. മറ്റേത് ഭയങ്കര ഇതാണ്, വേറൊരാൾ നമ്മളെ കൂടെ കൂടുമ്പം നമ്മുടെ സമയം അവരുടെ സമയം പോയി കിട്ടുക. അപ്പോൾ പിന്നെ ഇതല്ലേ, പിന്നെ അത്രയും രണ്ടാളും ഭയങ്കര സ്പീഡിലുള്ള ആൾക്കാരൊക്കെ ആവണം. അപ്പോൾ പിന്നെ വീണ്ടും നമുക്ക്, പക്ഷെ ഒരു വീട്ടിൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഒരാൾ ഭയങ്കര ആക്റ്റീവ് ആണെങ്കിൽ ഒരാൾ ഭയങ്കര മടിച്ചായിരിക്കും. അങ്ങനെയുണ്ട്. ഇപ്പം ഞങ്ങൾ 3 മക്കൾ തന്നെ ഏറ്റവും ഉഷാറായിട്ട് പണി എടുത്തുകൊണ്ടിരുന്നത് ഞാനായിരുന്നു. ഇപ്പം ഉമ്മ പറയും, അനിയത്തിയാണ് പറയും, അവൾ പെട്ടെന്ന് ജോലി തീർക്കുമെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ കിടക്കട്ടെ അല്ലേ. നമ്മളിതാ ബെഡൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കിയിട്ട് പോവുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഷോപ്പിങ്ങിന് പോണതും ഒക്കെ ഉണ്ട് കേട്ടോ. വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടണേ പ്ലീസ്. ലൈക്ക് ഇല്ലാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹോളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കുക്കിംഗ് മൊത്തം ഗ്യാസിലാണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ മൊത്തം ഗ്യാസിൽ തന്നെയാണ് കുക്ക് ചെയ്യാറ്, വേറൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ആദ്യം എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഒരുപാട് വർഷം മുന്നേ ഇങ്ങനെ ഗ്യാസിന് കിട്ടൂല, സമരമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 2 മാസം അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മാസം. അന്ന് നല്ല വിറകുണ്ടായിരുന്നു, മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കണം, എന്നാലും കത്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആകെ അടുപ്പ് കത്തിച്ചത് അപ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇവിടെ നമ്മൾ ഗ്യാസിൽ തന്നെയാണ് ഫുൾ കുക്കിങ്. മറ്റേതാകുമ്പോൾ പുറത്തല്ലേ, എനിക്ക് അടുപ്പ് കത്തിക്കണോണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് നമ്മുടെ അടുപ്പ് പുറത്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മതിയാവും. അന്നൊക്കെ ഞാൻ തനിയെ വെയിറ്റ് കുറഞ്ഞിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഇത്. ബിസ്ക്കറ്റ് പേര് പറഞ്ഞില്ലല്ലോ എന്ന്, കറാച്ചി ബിസ്ക്കറ്റാണ് അത്. പിന്നെ വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണ്. വീഡിയോ സ്പീഡ് കൂട്ടുന്നതാണോ ചോദിക്കുന്നുണ്ട്. അതെ, വീഡിയോ സ്പീഡ് കൂട്ടുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും വീഡിയോ സ്പീഡ് ഇല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ വീഡിയോ കാണേണ്ടി വരും. ഇത് സ്പീഡ് കൂട്ടുന്നത് നിങ്ങൾക്കും എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ സ്പീഡ് കൂട്ടുന്നത്. ഒരാൾ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഒരു ഇതല്ലേ.
ഷോർട്ട് വീഡിയോസ് ആണെങ്കിലൊക്കെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇടാറുള്ളത്. പിന്നെ നമ്മൾ ഓരോ ഫ്രെയിം മാറി മാറി വീഡിയോസ് ചെയ്യുകയാണെങ്കിലും അതും കണ്ടിരിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വ്ളോഗിൽ പിന്നെ എല്ലാ ഭാഗവും കണ്ട് മടുത്തതു കൊണ്ട് എനിക്ക് എൻ്റെ വ്ളോഗിൻ്റെ കാര്യം അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് പറയണം കേട്ടോ, എങ്ങനെയാണ്, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ, നമ്മളെ കാണാൻ ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അടിച്ചു വാരിയപ്പോൾ മോൻ്റെ ഒരു കാറ് തെറിച്ചു പോയി. അതിനൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അവനന്ന് ലുലുന്ന് മേടിച്ച കാറാണ് കേട്ടോ അത്. വലിയ ആൾക്കാർക്കും കളിക്കാം, നല്ല രസമുണ്ട്, ഭയങ്കര സ്പീഡുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ ഇവ മേടിച്ച് താന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നീ ചെറിയ കുട്ടിയെന്നും പറഞ്ഞ് ഞാൻ അവനെ കളിയാക്കി. പക്ഷെ അവിടെ കാറ് മേടിക്കണത് മൊത്തം വലിയ ആൾക്കാരും കോളേജ് പിള്ളേരൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് അവനെ കളിയാക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഞാനിതാ വേഗം വാങ്ങിച്ചു കൊടുത്തു അന്ന്. പിന്നെ ഇതാ വേഗം ഒന്ന് അടിച്ചു വാരി, ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ട് വേണം നമുക്കിനി കിച്ചണിലോട്ട് പോകാൻ. ഇന്ന് ഭയങ്കര സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളൊരു ദിവസം കൂടിയായിരുന്നു. ചിക്കൻ നമ്മൾ പറഞ്ഞെങ്കിലും നമുക്ക് സമയത്തിന് കിട്ടിയില്ല, 12:30 വന്നപ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വെക്കണ്ടെന്നും പറഞ്ഞ് ഫ്രീസറിൽ അങ്ങ് കയറ്റി വെച്ചു. ഇനി നാളെ സൺഡേയിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഈ വ്ളോഗ് ഔട്ടാവണ ദിവസം കേട്ടോ. അപ്പോൾ ഡെയിലി ഈ 30 മിനിറ്റിൻ്റെ വ്ളോഗ് ഇടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഒന്ന് പറയണേ. നമ്മളത് വെട്ടി ചുരുക്കി 15-20 മിനിറ്റൊക്കെ ആക്കിത്തരാം. എനിക്കും അതാണ് നല്ലത്. അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ വന്ന് വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉമ്മയും ഉപ്പയും സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് അസീസി സ്കൂളിലാണ്. ഇങ്ങനെ കമൻറ്റ് വന്നേ, അതുകൊണ്ട് പറഞ്ഞതാണ്. കുട്ടികൾ പഠിക്കുന്നത് അവിടെയാണ് കേട്ടോ. ഒരാൾ +2-ലും ഒരാൾ 8-ലുമാണ് പഠിക്കുന്നത്. ഇതേപോലെ റിഹാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇക്കാന് കോഴിക്കോട് നിന്ന് ഒരു ലേഡി കണ്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇക്ക എന്നെ കോൾ ചെയ്തപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ലേഡി ഇപ്പോൾ നമ്മുടെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാണില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും അടുക്കളയിലത്തെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ നമ്മുടെ വീടായിട്ടുണ്ട്. വിളിക്കണം ഇൻഷാ അല്ലാ. നമ്മൾ പെരുന്നാൾ ടൈമിൽ നനച്ചുള്ളി അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പറ്റുന്ന വിധത്തിൽ ജസ്റ്റ് നടത്തിയെന്ന് മാത്രം. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. അങ്ങനെ അരിയെടുത്ത് കഴുകി വന്ന ശേഷം നമ്മളിതാ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. 2 വിസിൽ മതി. പിന്നെ ഞാൻ തൈരും പച്ചമുളകും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ക്യാബേജ് ഉപ്പേരി വെക്കുന്നുണ്ട്. കറി ഇന്നലെ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ പൊട്ടറ്റോ രാവിലെ ഉണ്ടാക്കിയ കറിയില്ലേ, അതും കൂടെ ഒക്കെ ആയിട്ട് ഇന്ന് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എഗ്ഗൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പ്രോട്ടീനൊന്നും കാര്യമായിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇല്ല, ഓക്കെ. ഉപ്പേരിയും കാബ്സൊക്കെയാണ് എടുക്കുന്നത്. ഇന്നും പ്രോട്ടീൻ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻ്റ് ഉണ്ട്. ഞാൻ പൊട്ടാറ്റോ ഫ്രൈ മാത്രമാക്കി കൊടുത്തപ്പോൾ എന്നും ഉൾപ്പെടുത്തണത് നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു ദിവസം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അത് മോശമൊന്നും ആവില്ല കേട്ടോ. അങ്ങനെ ക്യാബേജ് അരിയണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഉപ്പേരികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഉപ്പേരി ക്യാബേജ് ബീട്രൂട്ടൊക്കെയാണ്. കൂർക്ക ഇഷ്ടമാണ്, പക്ഷേ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ക്യാബേജും ബീട്രൂട്ടും. പിന്നെ നമ്മുടെ ചോറ് കുക്കർ വിസിലടിച്ചു. ക്യാബേജ് അരിഞ്ഞ ശേഷം ഞാൻ ഇതുപോലെ അങ്ങനെ ആക്കി ഒന്നും കൂടെ എടുക്കും. നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ ഒന്നിട്ട് കറക്കിയാൽ മതി കേട്ടോ, എന്നാലും ഞാൻ അരിയും. പിന്നെ നമ്മളിതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടി മൊത്തം എണ്ണ തേച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറ്, അതുകൊണ്ട് നല്ല ഗ്ലേസിങ് ആയിരിക്കും കേട്ടോ. പിന്നെ കടുകും ജീരകവും പൊട്ടിച്ചെടുത്ത ശേഷം ഇവിടെ ഞാൻ ജീരകം യൂസ് ചെയ്യുന്നുണ്ട്, ചെറിയ ജീരകം. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും വലിയുള്ളിയും പച്ചമുളകും ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ക്യാബേജും. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇനി ക്യാബേജിക്ക് ആവശ്യമുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിരവി സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. പല ആൾക്കാരും അങ്ങനെ ചെയ്ത് വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ഫ്രീസറിലും പൊതുവേ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ എനിക്കെന്തോ ഇഷ്ടമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ബാക്കി വന്നാൽ വെക്കാന്നല്ലാണ്ട് ചിരവി ഞാൻ വെക്കാറില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ലതാണോ, അത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ? എനിക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് കേട്ടോ. പിന്നെ ഞാൻ കറിയായിട്ട് ഇതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 8-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത എടുത്തോളൂ കേട്ടോ, അതാണ് നല്ലത്. എന്തായാലും ഞാനിവിടെ കുറച്ചൊക്കെ എരിവുള്ള പച്ചമുളക് തന്നെയാണ്. പിന്നെ ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും ഉലുവി ഇട്ടിട്ട്
ഒന്ന് പൊട്ടിച്ച ശേഷം നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ആക്കിയ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തോട്ടോ ആ സമയത്ത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് കംപ്ലീറ്റ് ടേസ്റ്റ്. ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്, ആ മുളകൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ തൈരിലോട്ട്, നല്ല കട്ട തൈരിലോട്ട് ഇതങ്ങ് തട്ടി കൊടുക്കുക. എനിക്കെന്തോ കുറച്ച് പുളിയുള്ള തൈരിനെ ഇഷ്ടപ്പെട്ടെ. പുളിയില്ലാത്ത തൈര് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിക്ക് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വോയിസ് അത്ര ഉഷാറൊന്നും ഉണ്ടാവില്ല, കാരണം 12:06 ഇത്രയും വലിയ വ്ളോഗ് ഉണ്ടല്ലോ, ഇരുന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേന് 1/4 മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ടൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം തേച്ച് ഉരച്ച് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കിടന്നതും അങ്ങനെ ഉറങ്ങിപ്പോകും കേട്ടോ, ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലേക്കും ഷെഡ്യൂൾ ചെയ്ത് വെക്കും, FBക്കും ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഇന്നിപ്പോൾ രണ്ടും നടക്കുന്ന എനിക്ക് തോന്നുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ പാത്രങ്ങൾ കഴുകുമ്പോഴാണ് അങ്ങനെ വെള്ളം പോകുന്ന ഒരു സാധനം ജസ്റ്റ് ഇങ്ങനെ വേർപെട്ട് വന്ന് കണ്ടത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുത്തു. പിന്നെ തുണീനൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, തുടയ്ക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ റൂമുകളും ഹാളുകളൊക്കെ ആയിട്ട് തുടയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടച്ച് കഴിഞ്ഞ് പോയി കുളിച്ച് വന്ന് റിഹാൻക്ക് 1:45 ആകുമ്പോഴത്തേക്കും പോകണം. അവനക്ക് 2 മണിക്ക് ട്യൂഷനാണ്. 2 to 5:30 അല്ലെങ്കിൽ 4:30 വരെയോ, 5:30 6:30 വരെ ട്യൂഷനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവന് വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ട്യൂഷൻ പോകുമ്പോൾ അവൻ എൻ്റെ ഒരു ഫോൺ എടുത്തിട്ട് പോകാറുണ്ട്. ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും ഞാൻ പറയും, പറ്റിക്കരുത് കേട്ടോ പറഞ്ഞിട്ട് കൊടുക്കും ചെയ്യും കേട്ടോ. കൊടുക്കാണ്ട് നിവർത്തിയില്ല, +2 എത്തിയില്ലേ. ഇനിയിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആക്കുകയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും നമ്മളൊരു കണ്ണ് വേണം. പക്ഷേ പുതിയ കാര്യങ്ങളൊക്കെ പിള്ളേരും അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഇപ്പോഴാണ് ഞാനിങ്ങനെ കുറച്ച് ഫോൺ കൊടുക്കാൻ തുടങ്ങിയത്. മറ്റേത് ഫോൺ എടുക്കുമെങ്കിലും ഇങ്ങനെ കൊണ്ടുപോകൊന്നും ചെയ്യൂല കേട്ടോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാനിതാ കുളിക്കാൻ പോയി. കുളിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം ഏകദേശം 1:10 എൻ്റെ അടുത്ത് സമയം പറഞ്ഞ് അങ്ങനെ വ്ളോഗ് ചെയ്യുകയോ ചോദിക്കണോണ്ടാണ് ഇന്ന് കുറേയൊക്കെ സമയം ഉൾപ്പെടുത്തുന്നത്, ഓർമ്മയുള്ള അവിടെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ചോറ് വന്നിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ പൊട്ടറ്റോ കറി ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കണം. ഇന്നലെ ഉണ്ടാക്കിയ കറിയുണ്ട്, അതിനെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഓരോന്ന് ചൂടാക്കി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ വിളമ്പിയെടുക്കും. പിന്നെ അതിൽ തന്നെ അടുത്തതും ചൂടാക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ ഒന്ന് കഴുകിയാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അല്ലേ, ഞാനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഏകദേശം എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. ബീൻസ് ഉപ്പേരി ഇന്നലെ വെച്ചതായിരുന്നു, അതും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ചട്ടിയിലോട്ട് തന്നെ ഞാൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി കുറച്ചേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച എന്തായാലും ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പം കറി വെച്ചാൽ പിന്നെ അത് പഴയതായില്ലേ എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വെച്ച് നമ്മൾ നാളെ എടുക്കാൻ പറ്റില്ല, മറ്റന്നാൾ നമ്മളത് എടുത്തു കൊടുക്കുമ്പോൾ അത് 2 ദിവസം മുന്നേ വെച്ച കറി എന്നുള്ളൊരിത് വരും. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെയൊക്കെ ചെറിയ കറികളുണ്ടെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. വരും എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ തന്നെ പറയും, ചിനിമ ഇത് 2 ദിവസം മുന്നേ വെച്ചതല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കുറച്ച് സൂത്രപ്പണികളൊക്കെ നമുക്ക് ചെയ്യാമെന്നേ. അപ്പോൾ എല്ലാം കൊണ്ടുപോയി നിരത്തി വെച്ച്, പ്ലേറ്റും നിരത്തി വെച്ച് എൻ്റെ ചെറിയ മോനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട, കാരണം മീനുമില്ല, ഇറച്ചിയില്ല, ചിക്കനുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഉണ്ടാക്കിയ പുട്ടുണ്ടായിരുന്നില്ലേ, അത് അവന് കൊടുത്തു. ആ പഴവും പുഴുങ്ങിയതും. അവന് പൊതുവേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. പപ്പടവും മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണെന്ന്. അങ്ങനെ നമ്മളിതാ ചോറൊക്കെ ഒന്ന് ഉപ്പാക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ സമയത്താണ് എൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് പോവാറ്. പിന്നെ അതിനെ ഇരുന്ന് ഷെയർ ചെയ്ത് കുത്തിരുന്ന് അതൊക്കെ ചെയ്ത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പലരും ഇത്രയും പണി എന്ന് എന്നോട് പറയാറില്ലേ, പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴാണ് നല്ല ഹെവി ആകുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മളൊരു വീട്ടുപണി എനിക്ക് അത്ര ഹെവി ആയിട്ട് തോന്നാറില്ല. ഇത്രയും കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് കട്ട് ചെയ്യേണ്ടവിടെ കട്ട് ചെയ്ത് വോയിസ് ഓവർ കയറ്റി അതിനെ എക്സ്പോർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്
നമുക്ക് പണി എന്നുള്ളൊരു തോട്ട് വരുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ച ശേഷം ഇങ്ങനെ ഒരു സംഭവം കഴിക്കണത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാറ്. എനിക്ക് ആ പച്ച മാത്രം കഴിക്കണത് ഇഷ്ടമല്ല. പിന്നെ ഈവനിങ് ആണ്. ചായ എല്ലാം കുടിച്ച ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് പോവുകയാണ്. അവിടെ പോയാലേ എൻ്റെ ഐറ്റംസൊക്കെ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. സോസ്, ചീസ്, ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ്. അപ്പോൾ പുറപ്പെട്ട് ഞങ്ങൾ പോവുകയാണ്. ഈ ഒരു വേഷത്തിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്കിഷ്ടമാണ് കേട്ടോ പർദ്ദ, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടാണ് എനിക്ക്. ഒരൊറ്റ വീഡിയോ അവന് കൊള്ളാക്കും. എനിക്ക് ഇനി ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രേക്ഷകർ അല്ലാണ്ടാരും എൻ്റെ പ്രേക്ഷകർക്ക് പറയണം. അപ്പോൾ ഇന്ന് അയാൻകുട്ടിയാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് എടുത്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുത്ത് അവന് വോയിസ് ഓവർ അതിലിട്ട് അവൻ കോളാക്കിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ബസ്സല്ല, വേറൊരു ബസ് എൻ്റെ തൊട്ടടുത്തൂടെ പാസ് ചെയ്തത്. എൻ്റെ കണ്ണും മോൻ്റെ കണ്ണൊക്കെ പുറത്ത് വന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അയ്യോ, ഞാനൊരു വീഡിയോ എടുത്ത് സ്ലോമോ ആയി. പക്ഷെ രസമുണ്ടല്ലേ, രണ്ടുപേരുടെയും ഇങ്ങനെ സ്ലോമോയിൽ വരുമ്പോൾ. ഇത് ഞാൻ എടുത്ത വീഡിയോ ആണ്, പക്ഷെ ഇതിങ്ങനെ സ്ലോമോ ആയത് എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ കൂടെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഡെയിലി ഫ്രഷിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ്. നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരുപാട് അടുത്തുനിന്ന് എടുക്കണ്ട കേട്ടോ. ഇപ്പി ആണോ? ഇപ്പി പിന്നെ വേണ്ടാണ്ട് ആദ്യം എനിക്ക് വേണ്ട സാധനങ്ങൾ. ഇത് നിനക്കല്ല കേട്ടോ, എനിക്കാണ്. കട്ട് ചെയ്യരുത് കേട്ടോ. എടുത്തോണ്ട് മൈനീസ് ഉണ്ടെങ്കിൽ എടുത്തോളി. ക്യാമറ പൈസ അതിനോട്. ക്യാമറ പിങ്ക് പിങ്ക് ശരിക്കും എടുക്കുക. പിങ്ക് പിങ്ക് ആദ്യം അവിടെ നോക്കുക. പിങ്ക് ആ എന്നാ ഇതാ എന്ത് അങ്ങോട്ടാ പിസ്സ സോസ് കണ്ടോ? പിസ്സ സോസ് ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് വന്നോ. ഇതാ അതിന് ആ ഏറ്റവും വലുത്. അത് വേണ്ട, മറ്റേത് മതി. ന്യൂട്ടല്ല. ഗ്രീൻ ലൈറ്റ്, റെഡ് ലൈറ്റ്, ന്യൂട്ടല്ല. എന്താണ്ടാ ഉണ്ണിയേ ന്യൂട്ടിയെല്ലാം എടുക്കിങ്. എനിക്കിത് വോയിസിലിടണ്ടോ കേട്ടോ. നീ നിന്റെ മണ്ട പിസ്സ സോസ് ആണ് നിനക്കല്ല, ഒന്നും കൂടെ എടുത്തോളി എനിക്ക് വേണ്ടി. സോസുകളൊക്കെ ഞാനാ കഴിക്കുന്നത്. കാരണം ഇത് ഞാൻ കഴിക്കട്ടാ. പാനിപൂരി മിക്സ് ഓൾറെഡി ഉണ്ട്. ഇല്ല ചിരിപ്പിക്കാതെ ആളെ ചോറ ആടാ ആളെ കീറ. വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തിട്ട് പിന്നെ അവർക്ക് ഈ ഒരു സാധനം കണ്ടാൽ മിണ്ടാണ്ടിരിക്കുമോ, അവിടുന്ന് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു എന്തോ ബോട്ടിൽ എടുത്തപ്പോൾ ഞാൻ അത് മാത്രം സമ്മതിച്ചില്ല. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്, കുടിക്കണത്.
പിന്നെ അത് സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അത് തിരിച്ചു തന്നെ വെച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവനക്ക് ഇക്കാക്കും പിന്നെ അവൻ്റെ ഫ്രണ്ടിനും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ പോപ്കോൺ മേടിക്കാമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്നും പറഞ്ഞ് മേടിച്ചതാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരു സെക്ഷൻ ബിൽഡിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ കുക്കിങ്ങും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്യില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണുന്ന ഐറ്റംസൊക്കെ. അപ്പോൾ ബില്ല് ചെയ്യുമ്പോൾ അവിടെ എടുത്തു വയ്ക്കുന്ന ആൾ വന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കടനെക്കുറിച്ച് ഞാൻ നല്ല നല്ല കാര്യങ്ങൾ പറയാട്ടോ എന്ന് പറഞ്ഞേ. അപ്പോൾ വേഗം ഓടി വന്ന് അവിടെ അളകണാറാ. പിന്നെ ഈ ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ പരിപ്പ് ഉഴുന്ന് ഇങ്ങനത്തെയൊക്കെ മേടിക്കാൻ, മറ്റേൽ കംപ്ലീറ്റ് നമ്മുടെ സോസും ചീസും അങ്ങനത്തെ ഐറ്റംസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും വെവ്വേറെ തന്നെയാണ് എടുത്തത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും വേണമായിരുന്നു. അങ്ങനെ നമ്മളിതാ എല്ലാം ഷോപ്പ് ചെയ്തിട്ട് എൻ്റെ 2 കുട്ടികളും ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം ഇത്രയും സാധനങ്ങൾ ഞാനെന്തായാലും ഒറ്റയ്ക്ക് പോകില്ല, അത് വേറെ കാര്യം. പിന്നെ ഇത്രയും സാധനങ്ങൾ തൂക്കണമെങ്കിൽ അവരെന്നെ വേണ്ടേ. അപ്പോൾ പിന്നെ അതും കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.